മലയാളിയുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്നു സലീം കുമാർ. ഹാസ്യം മാത്രമല്ല, ഗൗരവ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ കൂടി അഭിനയിച്ച് മികവ് തെളിയിച്ച കലാകാരൻ. ജീവിതത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞ മനുഷ്യൻ. സലീം കുമാർ എന്ന കലാകാരൻ്റെ സ്മരണയ്ക്കായി എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ വകയിരുത്തിയത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. ആദ്യ ബഡ്ജറ്റിലാണ് ആ വകയിരുത്തൽ. എന്നാൽ ഈ പ്രഖ്യാപനം ഇപ്പോൾ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സലീം കുമാറിൻ്റെ പേരിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് മാനുഷിക മൂല്യങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സ്മാരകം ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് പലരും പറയുന്നത്. സാമൂഹിക പദ്ധതികൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിടാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ ഉചിതം എന്ന അഭിപ്രായം ഉയരുകയാണ്. വീടില്ലാത്തവർക്ക് വീട് നൽകുകയോ ചികിത്സാ സഹായ പദ്ധതികളോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ആയിരുന്നെങ്കിൽ സലീം കുമാറിന് കൂടുതൽ അതായിരിക്കും ഇഷ്ടപ്പെടുക എന്ന വാദവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. അതേസമയം ഒരു സ്മാരകമെന്നത് വെറും ഒരു കെട്ടിടമല്ല, ഒരു കലാകാരൻ്റെ ജീവിതം, സംഭാവനകൾ ഒക്കെ ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക ഇടം കൂടിയാണ്. എന്നാൽ മറ്റൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് സലീം കുമാർ? മലയാള സിനിമയിലെ മറ്റു പല മഹാന്മാർക്കും സമാനമായ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയവും വ്യക്തിബന്ധവും ഇത്തരം തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അതിലുപരി ഒരു കലാകാരനെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? സ്മാരകങ്ങളാണ്. സലീം കുമാറിനുള്ള സ്മാരകം അനാവശ്യ വിവാദങ്ങളിലേക്ക് ഇടം പിടിക്കുകയാണ്. അതോ പൊതുപണത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ന്യായമായ പൊതു ചർച്ചയാണ്? ഇതാണ് ഇന്നത്തെ പൊതുവേദി. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ഗൗതമാണ്. ഗൗതം, ഇത് ഒരു വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്നൊരു ആരോപണമാണ് ഒരു വശത്ത് ഉയരുന്നത്. അത് എങ്ങനെയാണ് ഗൗതം വിലയിരുത്തുന്നത്? മനു, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെ സർക്കാർ വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോ വീട് വെച്ചു കൊടുക്കുകയോ ക്യാൻസർ ബാധിതരായവർക്ക് സഹായിക്കുകയോ ചെയ്യണമായിരുന്നു. അത് ഏറ്റവും നല്ലൊരു ഇതാണ്. അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഈ സ്മാരകം അനാവശ്യമായിരുന്നു എന്നാണോ ഗൗതമിന്റെ നിലപാട്? തീർച്ചയായും. ഞാൻ ചോദിക്കട്ടെ, ഒരു വെറുതെ ഒരു കാക്ക തൂറി നിൽക്കാനല്ലാതെ വേറെന്തുകൊണ്ട് ചെയ്യാനാണ് ഇത് പ്രതിമ നിർമ്മിച്ചിട്ട്? പക്ഷെ ഒരു കലാകാരനെ ഭാവി തലമുറയ്ക്ക് ഓർമ്മിക്കാനും അദ്ദേഹത്തെ പിന്നീടൊക്കെ പരിചയപ്പെടുത്താനും അങ്ങനെ ഒരു സ്മാരകം വേണം എന്ന് വാദിക്കുന്നവരോട് എന്താണ് ഗൗതമിന്റെ മറുപടി? തീർച്ചയായും ഇത് സ്മാരകമല്ലല്ലോ, ഇദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് ഒരു 10 വീട് വെച്ചു കൊടുത്താൽ എന്തായിരിക്കും? നല്ലൊരു സന്തോഷമല്ലേ? ഞാൻ പറയുന്നത് അതാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തോട് ഗൗതമിന് യോജിപ്പില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, സൂപ്പി എന്നോടൊപ്പം ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സൂപ്പി, ചുരുങ്ങിയ വാക്കുകളിൽ. എന്റെ അഭിപ്രായത്തിൽ 1 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് വെക്കുന്നത്. ആ 1 കോടി രൂപ കൊണ്ട് എത്ര പാവപ്പെട്ട ആളുകൾക്ക് വീട്, ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് മൂത്രപ്പുര, യൂറോപ്യൻ ക്ലോസറ്റ് പോലും ഇല്ലാത്ത പല ആളുകളും വിഷമിക്കുന്നു, നിന്നിട്ട് അവരെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന പല ആളുകളുമുണ്ട്. പിന്നെ അതുപോലെ ആൾക്ക് ഭിന്നശേഷിക്കാരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഈ പ്രതിമക്ക് മാത്രം ഇത്രയും കോടി രൂപ ചെലവാക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, നാളെ ഞങ്ങളെ ഭിന്നശേഷിന്റെ വയനാട് ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട് ബത്തേരി. അതില് സംസ്ഥാന നേതാക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോ അതിലേക്ക് യൂണിവേഴ്സിറ്റിന്റെ ഇവരുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട്, അവർ ക്ഷണിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ. അപ്പോൾ എന്നോട് പിന്നെ ചില ആളുകൾ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. കേരള 9697 പറയുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത്, മനു ടുഡേ യു ആർ വെരി വെരി ക്യൂട്ട് എന്നാണ് പറയുന്നത്. കുങ്കുമപ്പൂ ആൽബം എനിക്ക് മൈസൂർ ചെറുപ്പമാകാൻ ഒരു മോഹം കൊണ്ടാണെന്ന്. ഓഹോ, കൊള്ളാം. കുങ്കുമപ്പൂ ആൽബം എനിക്ക് അയച്ചു തരണോ? അല്പം. കുങ്കുമപ്പൂ അല്പം അയച്ചു തരണോ എന്ന്. ഞാൻ കുങ്കുമപ്പൂ ഒന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ ശശിധരൻ പിള്ള അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ജോഷി എന്നോടൊപ്പം ചേർന്ന് ചെന്നൈയിൽ നിന്നാണ്. ജോഷി, ഹലോ.
ശ്രീ ജോഷി സലീം കുമാറിന്റെ സിനിമകൾ ധാരാളം കാണുന്നയാളാണോ? അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശ്രീ ജോഷി? സ്മാരകം പണിയുന്നതിൽ എനിക്ക് എന്റേതായ ഒരു ചെറിയ ഒരു വിയോജിപ്പാണോ? കുറച്ച് എതിർപ്പുണ്ട്. ആണോ? കാരണം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്മാരകം പണിയുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആൾക്കാരുടെ സ്മാരകം നമ്മൾ പണിയേണ്ടി വരും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സലീം കുമാർ ഞാൻ ആദരിക്കേണ്ട ഒരു മനുഷ്യനാണെന്നുള്ള ഒരു ബഹുമാനം കൊണ്ടുകൂടി പറയുന്നതാണ്. കാരണം സലീം കുമാർ ആദരിക്കേണ്ട ആളാണ്. പക്ഷെ സലീം കുമാറിന് മുന്നേ മൺമറഞ്ഞു പോയിട്ടുള്ള എന്താണ് ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരുമുണ്ട്. ഇവർക്കെല്ലാം സ്മാരകം പണിത് നമ്മൾ അവരെ ആദരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇന്ത്യയിൽ മൊത്തം നമ്മൾ എത്ര സ്മാരകങ്ങൾ പണിയേണ്ടി വരും? നമുക്ക് തന്നെ ഇവിടെ ഇന്നസെന്റ് ഉണ്ട്, ശ്രീനിവാസനുണ്ട്. ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ ഓർത്തു പോവുകയാണ്. ഇന്നസെന്റ് ഉണ്ട്, ശ്രീനിവാസനുണ്ട്, അങ്ങനെ പല പല നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് പക്ഷെ സലീം കുമാറും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ തീർച്ചയായിട്ടും പക്ഷെ എന്റെ ചോദ്യം അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുന്നേ നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ആരാധനായ ഒരു സിനിമ എന്താണ് പ്രതിഭാസം എന്ന് പറയുന്നത് പ്രേം നസീർ ആയിരുന്നു. ഈ പ്രേം നസീറിന്റെ ഏതെങ്കിലും ഒരു ഞാൻ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ സ്മാരകം പണിത് അതിനൊരു ഒരു ഒരു മുഖ്യത്വം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുനടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സിനിമാ ഫീൽഡിൽ മാത്രമല്ലോ ഈ പ്രമുഖരുള്ളത്. സലീംകുമാറിനെ എന്താണ് അനാദരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലീം കുമാറിന് കൊടുക്കുന്ന അതേ ഇത് മറ്റുള്ള തുറയിലുള്ളവർക്കും കൊടുക്കണമല്ലോ. കാരണം രാഷ്ട്രീയത്തിലുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസിലുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല ഇതിലും ആൾക്കാരുണ്ട്, ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ട്, പല മേഖലകളുണ്ട് നമുക്ക് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇങ്ങനെ സ്മാരകങ്ങൾ പണിയാനായിട്ട് നമ്മൾ പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാരകം നിങ്ങൾ പണിയാനായിട്ട് ഒരു 10 കോടിയോ 15 കോടിയോ 20 കോടിയോ ചെലവാക്കുന്നിടത്ത് ഈ 15 കോടിയോ 20 കോടിയോ ചെലവാക്കി മറ്റുള്ളവർക്ക് അവരുടെ ഡ്രീം എന്തായിരുന്നു? ഈ സലീം കുമാറിന്റെ ഡ്രീം എന്തായിരുന്നു? സലീം കുമാറിന് ഓൾമോസ്റ്റ് മറ്റുള്ളവർക്കും കൂടെ ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സലീം കുമാറിന് അറ്റ്ലീസ്റ്റ് സലീം കുമാറിന് ആത്മാവിനെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അല്ലാതെ വന്നിട്ട് വെറുതെ ഈ സ്മാരകങ്ങൾ പണിതിട്ട് വന്നിട്ട് കേരളത്തിന്റെ മുക്കുമൂലയിൽ സ്മാരകങ്ങൾ പണിത് എന്താണ് സമയം കളഞ്ഞ് പണവും കളഞ്ഞ് മനുഷ്യന്റെ എനർജിയും കളഞ്ഞ് ഇത്രയൊക്കെ കഷ്ടങ്ങൾ നേരിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇത് കേരളം മാത്രമല്ല മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബീച്ചുകളെല്ലാം മൊത്തം വന്നിട്ട് എന്താണ് ഈ സ്മാരകങ്ങളുടെ ഒരു ശവകുടീരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചുകൾ. ഈ ബീച്ചുകളിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പോകുന്നത് എന്താണ്? ഈ ശവകുടീരങ്ങൾ കാണാനുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ശവകുടീരങ്ങൾ എപ്പോഴും നമുക്ക് ദുഃഖത്തിന്റെ ഒരു എന്താണ് ശ്മശാന മൂകത കാണുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതെ. ചെന്നൈയിൽ ചെല്ലുമ്പോൾ അവിടെ MGRന്റെ സ്മാരകമുണ്ട് അല്ലേ? മെറീന ബീച്ചിൽ ഞാൻ അവിടെ MGRന്റെ ഉണ്ട്, ജയലളിതയുടെ ഉണ്ട്, അണ്ണായുടെ ഉണ്ട്, പെരിയാറിന്റെ ഉണ്ട്. ഇവരുടെ ഒക്കെ വന്നിട്ട് നമ്മൾ പിന്തുടർച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സന്തോഷമായിട്ട് ഒരു ദിവസം ചെലവഴിക്കാൻ കാണുമ്പോൾ നമുക്ക് കാരണം ഒരു എമോഷണൽ സെന്റിമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ MGRന്റെ ശവകുടീരം കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും തോന്നുക? നമുക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്കൊരു സെന്റിമെന്റൽ ഒരു എന്താണ് ഒരു ഡിസ്കംഫോർട്ട് അവിടെ വരുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ ആദരിക്കുന്നുണ്ട്. പക്ഷെ ആദരിക്കുന്നതിന്റെ വിധത്തിൽ ഇന്നിപ്പോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയം പറയുന്നില്ല. കാരണം അത് ഇനിയിപ്പോ അങ്ങോട്ടൊരു മാറാൻ സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ നമ്മൾ ഈ ഒരു പ്രതിമ ഉണ്ടാക്കി. കാരണം വെച്ചാൽ നമുക്കറിയാം. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിമ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കിയ ഇന്ന് അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സംസ്ഥാനമുണ്ട്, ഗുജറാത്ത്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര കോടി ചെലവാക്കി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത്രയും കോടി രൂപ പാവപ്പെട്ട ജനങ്ങളിലേക്ക് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും ഒരു എന്താണ്
നേട്ടമായിരുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പൊ ശ്രീ ജോഷി ചെന്നൈയിൽ എവിടെയാണ് താമസിക്കുന്നത്? മെറീന ബീച്ചിന് അടുത്തോ മറ്റോ? ചെന്നൈയില് പോരൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് രാമമൂർത്തി അവന്യൂ എന്ന് പറയും. ഓ, രാമമൂർത്തി അവന്യൂ. ഓക്കെ, അപ്പൊ താങ്ക് യു അവിടെ നിന്ന് വിളിച്ച് അഭിപ്രായം വ്യക്തമാക്കിയതിന്. ഓക്കെ, താങ്ക് യു. ആദിത്യൻ എന്നോടൊപ്പം ചേരുന്നത് ചെർപ്പളശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ആദിത്യൻ, എനിക്ക് ആദിത്യന് ടെലിഫോണിൽ എന്തോ സംഭവിച്ചു. ഫാദർ സാമുവൽ സിനിമ ഒന്നും അല്ലല്ലോ അല്ലേ? സിനിമ ആരാധകനാണോ? അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ് ഈവനിങ്. സിനിമ ആരാധകനല്ല, പക്ഷേ സിനിമയെ അഭിനയിക്കുന്നവരെ ഞാൻ വളരെയേറെ സന്തോഷത്തോടെയാണ് കാണാറ്. കാരണം അവിടെ അഭിനയം പലർക്കും പല പാഠങ്ങളും നൽകുന്നുണ്ട്. സലീം കുമാറും അപ്രകാരം തന്നെ. സലീം കുമാറും ഓർമ്മിക്കപ്പെടേണ്ട ഒരു നടൻ തന്നെയാണ്, സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി എന്നെ ചെയ്യുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടൊന്ന് ആലോചിക്കേണ്ടിയിരുന്നു. എന്താണ് സലീം കുമാറിനെ ഓർമ്മിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ അഭിപ്രായം? അവിടെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ, അവരോട് ചോദിക്കേണ്ടതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ട് വേണം തീരുമാനിക്കാൻ തക്കവണ്ണം. സ്മാരകങ്ങളെക്കാൾ നല്ലത് അനേകർക്ക് പ്രയോജനകരമായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് പല ആളുകളും കമൻറ്റുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ട് എത്രയോ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നിങ്ങൾ പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് സർക്കാരായാലും ഇത് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു, ഇത് എന്താണ്, ഇങ്ങനെയാണോ വേണ്ടത്. ഞാനിപ്പോൾ എല്ലാ പ്രേക്ഷകരും പറയുന്ന പോലെ സലീം കുമാറിനോടുള്ള അനാദരവല്ല, പക്ഷേ പൊതുപണം ചിലവാക്കുമ്പോൾ അത് എങ്ങനെ സലീം കുമാറിന് കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നെങ്കിൽ നല്ലത് എന്ന തരത്തിലുള്ളൊരു ചർച്ച എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ കിഷോർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കോന്നിയിൽ നിന്ന്. അപ്പോൾ നമസ്കാരം പറയുന്നു. ഗോമാതാജി എന്നോട് പറയുന്നത് സലീം സ്മാരകത്തിന് പകരം ഒരു റോഡിൻ്റെ പേര് മാറ്റിയാൽ പോരെ, അല്ലെങ്കിൽ സ്മാരകം ഡൊണേഷൻ ഫണ്ട് വെച്ച് പണിയണം എന്ന് ഗോമാതാജി പറഞ്ഞു. അതൊരു നല്ലൊരു കാര്യമായിരുന്നു. ഒരു നല്ലൊരു റോഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെങ്കിൽ അതൊരു എക്കാലത്ത് ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ചുവന്ന ഹൃദയം എല്ലാവർക്കും പങ്കുവച്ചിട്ടുണ്ട്. വി.ഡി. സതീശിനെ ഇത് നിർമ്മിക്കാൻ പറ്റൂ എന്ന് കേരള 9697 എന്നോട് പറയുന്നു. സ്മാരകം പണിയാൻ പൊതുഖജനാവിൽ നിന്ന് പൈസ മുടക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, വേണമെങ്കിൽ പാർട്ടി ഫണ്ടിൽ നിന്ന് ഈ പൈസ കൊടുക്കാവുന്നതാണ് എന്നാണ് ശ്രീ ശശിധരൻ്റെ അഭിപ്രായം. അതുപോലെ പ്രമോദ് നാണു എന്നോട് പറയുന്നു തിലകന് സ്മാരകമില്ല എന്ന് പറയുന്നു. വാട്ട് ഹാപ്പൺ ടു തുഞ്ചത്തെഴുത്തച്ഛൻ മെമ്മോറിയൽ എന്ന് ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ളൈ എന്നോട് ചോദിക്കുന്നു. അതൊരു വിവാദമായി നിൽക്കുകയാണ്. നടൻ ജയൻ പോലും സ്മാരകമില്ല, ഈ പതിവ് ശൈലിയല്ല. ജോഷി ചെന്നൈ പറഞ്ഞത് കറക്റ്റ്. അപ്പോൾ ജോഷിക്ക് ചില അനുകൂലികൾ നമ്മുടെ പൊതുവേദിയിൽ കമൻറ്റുകളായി വരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് വി.ഡി. സതീശൻ്റെ കാലത്ത് പണിത സ്മാരകമെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പണിയാൻ പോകുന്ന സതീശൻ സ്മാരകമാണ് ഇതെന്ന് ഓർക്കണം, കാഞ്ഞ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പരിഹാസം. ഓക്കെ, പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ വിമർശിച്ചവർ വരാണിവർ എന്ന് മുരളി എന്നോട് പറയുന്നു. സർദാർ പട്ടേലിൻ്റെ പ്രതിമയുണ്ടാക്കിയപ്പോൾ അതിനെ വിമർശിച്ച ആളുകളാണ് ഇപ്പോൾ സലീം കുമാറിന് വേണ്ടി പ്രതിമ നിർമ്മിക്കുന്നത് എന്നാണ് ശ്രീ മുരളിയുടെ പരിഹാസം. ഓക്കെ, മിസ്റ്റർ മണിമല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുടക്കിയ കോടികൾ തെറ്റായിരുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? എങ്കിൽ ഇത് തെറ്റ് തന്നെയാണ്, ഞാനും നിങ്ങളോടൊപ്പം ചേരാം എന്ന് ശശിധരൻ പിള്ള പറയുന്നു. ഗുജറാത്തിൽ ഉണ്ടാക്കിയ പ്രതിമ ബ്രേക്ക് ഈവനായി ടൂറിസം വെച്ച് ആ പണം അവർക്ക് തിരിച്ചു കിട്ടി എന്നാണ് ഗോമാതാജി പറയുന്നത്. ഫാദർ സാമുവൽ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഗൗതം പറയുന്നു. ഹലോ മനു, ദിസ് വാസ് നോട്ട് നീഡഡ്, ഹി വാസ് എ നൈസ് ആക്ടർ എന്ന് എന്നോട് ശ്രീമതി SKC സൗമ്യ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് പറയുന്നു. ശ്രീ പങ്കജാക്ഷൻ നായർ എനിക്ക് എല്ലായ്പ്പോഴും ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും അയച്ചു തരുന്ന ആളാണ്. ഇന്നും അദ്ദേഹം എനിക്ക് ധാരാളം ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും അയച്ചിട്ടുണ്ട്. അപ്പോൾ നൂറുകണക്കിന് ചുവന്ന ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ശ്രീ പങ്കജാക്ഷൻ നായർക്ക് ഞാനും അങ്ങോട്ട് നൽകുന്നു. ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. സിനിമക്കാർക്ക് സ്മാരകം പണിയാൻ അവരുടെ സംഘടനയുണ്ട്, അമ്മ. ഈ സർക്കാരിന് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്ര ധൃതി എന്ന് എന്നോട് സന്തോഷ് പരിപ്പായി ചോദിക്കുന്നു. അപ്പോൾ പിണറായി തെറി വിളിച്ച് സതീശിന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി ജിയോവ പറയുകയാണ്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ശ്രീനിവാസൻ, നെടുമുടി വേണു, ഇന്നസെൻ്റ് തുടങ്ങിയ പലർക്കും സ്മാരകമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പട്ടേലിൻ്റെ പ്രതിമയ്ക്ക് വരുമാനമുണ്ട്, തൊഴിൽദാതാവുമാണ് ആ പ്രതിമ എന്ന് മറ്റു ചിലരും എന്നോട് പറയുന്നു. സലീം കുമാർ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല അദ്ദേഹം ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നു ഗൗതം.
കേരളത്തിന് ആദ്യ ഭാരത് അവാർഡ് വാങ്ങിക്കൊണ്ടുവന്ന PJ ആൻ്റണിയാണ്, സ്മാരകം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അങ്ങനെ അത് കൃഷ്ണൻകുട്ടിയാണ് ചോദിക്കുന്നത്. ശ്രീ രാജൻ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, ഹലോ നമസ്കാരം. ശ്രീ രാജൻ ചെർപ്പളശ്ശേരിക്കാരനാണോ? ഹലോ, അങ്ങയുടെ വീട് ചെർപ്പളശ്ശേരിയാണോ? രാജൻ പാലക്കാട്. അതെ, പാലക്കാട് എവിടെയാ? കൊപ്പം. കൊപ്പത്താണ്. ഓക്കെ ഓക്കെ. അതെ, കൊപ്പമൊക്കെ എനിക്കറിയാവുന്ന സ്ഥലമാണ്. കൊപ്പം പാലക്കാടിനടുത്താണ് അല്ലേ? കൊപ്പം. അങ്ങ് ടി വി നോക്കുന്നത് കൊണ്ടാണ് അങ്ങ് ടെലിഫോണിൽ എന്നോട് സംസാരിക്കുന്നത്. രാജൻ ടെലിഫോണിൽ എന്നോട് സംസാരിക്കും. TV കണ്ടുകൊണ്ടിരിക്കാൻ ടെലിഫോണിൽ ഇത് ലേറ്റ് ആവുന്ന കാര്യം അറിയുന്നില്ല സാറേ. പിന്നെ അതായത് നമ്മളിപ്പോ ഒരു കോടി രൂപ നമ്മൾക്ക് മറ്റേ സലീം കുമാറിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ സ്മാരകം പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ പൈസ വെച്ചിട്ട് നമ്മൾക്ക് ഈ വയനാട് ഈ ചൂരന്മലയില് ഒരു സംഭവം നടന്നില്ലേ, അവർക്ക് ഈ ഒരു കോടി രൂപ കൊടുത്തൂടെ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം ആ പണം അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ശ്രീ രാജൻ എന്താ ചെയ്യുന്നത്? ഏത് മേഖലയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ചുമട് പണിയാണ്. ചുമട് എടുക്കുന്നു. ഓക്കെ, ചുമടാണ്. കയറ്റിറക്ക് തൊഴിലാളിയാണ്. പക്ഷെ എന്തറിയോ, എനിക്കത് TV ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. അങ്ങക്ക് ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ എന്നോട് ഫോണിൽ സംസാരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ട് ഞാൻ അവരുടെ കമൻറ്റുകളിലേക്ക് വരാം. ഷാജി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഷാജി ധാരാളം സിനിമ കാണുന്നയാളാണോ? ധാരാളം ഒന്നും കാണുന്നില്ല. ഹലോ, വല്ലപ്പോഴും ഒക്കെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ ശരിക്കും ശ്രീ ഷാജിക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ചോദിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ആരോടും പ്രത്യേക മമതയൊന്നും ഇല്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലിനെയും ഈ പറയുന്ന സലിംകുമാറിനെയൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ അവരുടെ കഥാപാത്രത്തിന്റെ ആവിഷ്കാരത്തിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തമിഴ് സിനിമകൾ കാണാറുണ്ട്? തമിഴ് ഞാൻ പഴയ കാലങ്ങളിലുള്ള ശൈലിയിലുള്ള സിനിമകളൊക്കെ ഇഷ്ടമായിരുന്നു. അതൊക്കെ കാണുമായിരുന്നു. ഇപ്പം കുറെ കാലങ്ങളായിട്ട് ഈ പ്രത്യേകിച്ചും ഈ ദൈനംദിന നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന കഥകൾ കാണുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആകാശത്ത് ഇങ്ങനെ പറന്നു നടന്ന ആളുകളെ ഇടിക്കുന്ന നായകനൊന്നും അല്ല, അതൊന്നും അമാനുഷിക പ്രതിഭകളെ ഒന്നും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര തന്നെ. അപ്പൊ എല്ലാ സിനിമകളും കാണും. ഞാൻ അത് അറിയാൻ വേണ്ടി ചോദിച്ചത്. വെറുതെ അങ്ങ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ഈ എലിപ്പത്തായം പോലത്തെ സിനിമകളാണോ കാണുന്നത്, അതോ ഇങ്ങനെ ആക്ഷൻ പാക്ട് സിനിമകളാണോ കാണുന്നത് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇഷ്ടപ്പെട്ട സിനിമകളിൽ പെടുന്ന ഒരെണ്ണമാണ്. എനിക്ക് മനസ്സിലായി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ശ്രീ ഷാജി, ഈ സലിം കുമാർ 2 ഇതും അഭിനയിച്ചിട്ടുള്ള ആൾ. ഗൗരവമുള്ള വിഷയങ്ങൾ, ഹാസ്യവും രണ്ടും അദ്ദേഹം ചെയ്തു. അപ്പോൾ എന്നോട് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് PJ ആൻ്റണി ഭരത് അവാർഡ് വരെ നേടിയ ആളാണ്. അദ്ദേഹത്തിന് ഒരു സ്മാരകമില്ല. ഇപ്പം ഇന്നസെൻറ്റിനില്ല, തിലകൻ ചേട്ടനില്ല, അങ്ങനെ പലർക്കും ഇല്ല. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ച് ചെയ്തതാണെന്ന സംശയത്തിന് ഇത് ഈ തീരുമാനം വഴിവെക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെ കണക്കാക്കേണ്ടതുണ്ടോ? ഷാജിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, പിന്നെ ഇദ്ദേഹം സലിം കുമാർ എന്ന് പറയുന്ന അസാമാന്യമായ ഒരു അഭിനയ പാഠവത്തിന് ഉദാഹരണമായിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. അതിനകത്ത് തർക്കമില്ല. ഹാസ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അവാർഡ് കിട്ടിയ സിനിമയുടെ പേര് പെട്ടെന്ന് മറന്നുപോയി. ആ സിനിമയും അത് ഞാൻ കണ്ടതാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള അഭിനയശേഷിയുള്ള ഒരു നടൻ തന്നെയാണ്. പക്ഷെ എങ്കിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പച്ചയായ ഒരു രാഷ്ട്രീയക്കാരനുമാണ്. പച്ചയായ രാഷ്ട്രീയക്കാരൻ. സാധാരണഗതിയിൽ സിനിമാ നടന്മാരൊക്കെ പല വ്യക്തിബന്ധങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആഭിമുഖ്യത്തിന്റെയും പുറത്തൊക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനൊക്കെ വരാറുണ്ട്. പക്ഷെ അന്ന് അത് മറ്റാർക്കും വലുതായിട്ട് ഹെർട്ട് ചെയ്യാത്ത തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഇപ്പൊ മരിച്ചു പോയത് കൊണ്ട് അത് പറയാമോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹം അവസാനം പറവൂര് നടത്തിയ ഒരു പ്രസംഗം
കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളെ തിരക്കി ചെന്നപ്പോൾ അയാൾ മാനസികരോഗ ആശുപത്രി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു പ്രയോഗമായിപ്പോയി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു വാക്ക്. വി.ഡി. സതീശന് വോട്ട് ചെയ്തോ, കോൺഗ്രസിന് വോട്ട് ചെയ്തോ, നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തോ എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. അതൊരു വല്ലാത്ത, അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരിച്ചു പോയെങ്കിൽ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ഗിമിക്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ സ്മാരകം അത് ചെയ്യാതിരിക്കുക ചെയ്തോട്ടെ. നേരത്തെ പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ പ്രത്യുപകാരം തന്നെയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാര്യം ഇത് കൊണ്ടൊന്ന് മറയ്ക്കുക. കാരണം ആ ചൂരൽമലയിലൊക്കെ പിന്നെ കുറെ പൈസ വിരിച്ചിട്ട് ഒരു കല്ല് വിട്ടിട്ട് പോയിട്ട് അതിന്റെ മേളിൽ നായ എങ്ങാണ് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ അതിന്റെ മേളിൽ യാതൊന്നും തന്നെ നടന്നിട്ടില്ല. അതൊന്നും ഇത് സ്വാഭാവികമല്ലേ ശ്രീ ഷാജി? രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ പാർട്ടിയുടെ മുൻകാല നേതാക്കളൊക്കെ അല്ല, ഞാനതാ പറഞ്ഞത്. അതൊക്കെ ചെയ്തോട്ടേന്നാ പറഞ്ഞേ. ചെയ്തോട്ടേന്ന് ഒരു തെറ്റെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അത് പ്രത്യുപകാരമായിട്ടാണ് ഇത്ര പെട്ടെന്ന് എടുത്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. മനസ്സിലായില്ലേ? അത് അദ്ദേഹം പച്ചയായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ ആയിരുന്നു. അദ്ദേഹം മോശക്കാരനാണെന്ന് ഉള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വൈഭവത്തെ ഞാൻ പിന്നെ സ്തുതിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇത് പലതും മറച്ചു കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്ക് ഇന്നലെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. സ്ത്രീ സുരക്ഷ വിഷയങ്ങളും പിന്നെ മഞ്ഞ കാർഡുകാർക്ക് കൊടുത്തിരുന്ന 1000 രൂപ നിർത്തലാക്കിയിട്ട് 3600 കോടി രൂപയുടെ ബാധ്യത ഒഴിവാക്കിയിട്ടാണ് 800 കോടി രൂപയുടെ KSRTC വലിയ KSRTCക്ക് സൗജന്യം കൊടുക്കുന്ന ഒരു വലിയ ഭയങ്കര പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ എനിക്ക് പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങേക്ക് ഈ ബജറ്റിൽ? ഞാനൊരു തൊഴിലാളിയായ പ്രവാസിയാണ്. ഇപ്പം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഒരു വീട് വെക്കുക. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാറ്റഗറി പെടുന്ന ഒരാളാണ്. ഒരു വീട് വെക്കുക, മക്കളുടെ വിദ്യാഭ്യാസം നടത്തുക, മാക്സിമം വന്നാല് വണ്ടി വാങ്ങിക്കുക അല്ലേ? അവിടം വരെ എല്ലാവരും എത്തണമെന്നില്ല. പിന്നെ പെൺമക്കളുടെ വിവാഹമൊക്കെ കഴിയുക. അപ്പോഴത്തേക്ക് അയാൾക്ക് അവിടെ പിന്നെ ജോലി ഒന്നി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് നാട്ടി വരും. പക്ഷെ അത്തരത്തിലുള്ള പ്രവാസികളെ ഒന്ന് പരിഗണിച്ചുകൊണ്ടുള്ള യാതൊന്നും തന്നെ ഇതിനകത്ത് അവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രവാസികളെ പരിഗണിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ തൊഴിലാളി. എന്നാൽ ഈ കഴിഞ്ഞ സർക്കാർ, ഞാനൊരു ഇടതുപക്ഷക്കാരൻ തന്നെയാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ പറയുന്നത്, പ്രവാസികൾക്കായിട്ട് പെൻഷൻ സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി. പക്ഷേ എന്നാൽ അവർക്കും കാണാം ഒരു 100 രൂപയോ എന്തെങ്കിലും പെൻഷൻ കൂട്ടുന്ന തരത്തിൽ ഒരു നിർദ്ദേശം ഒന്നും തന്നെ ഇതിനകത്തില്ല. അതേണക്ക് തന്നെ ആശുപത്രിയിലേക്ക് ഈ 25 ലക്ഷത്തിലേക്ക് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഈ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് 500 രൂപയ്ക്ക് മറ്റൊരു ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ ഭേദാവുന്ന പനിയായിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർ പ്രത്യേക ഒരു ക്യാബിനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു 4-5 ദിവസം കിടത്തി അങ്ങ് ചികിത്സിക്കും. എന്നിട്ട് 15,000 20,000 എത്രയാണെന്ന് നമുക്കറിയത്തില്ല, ഒരു ബില്ലുണ്ടാക്കി അവരങ്ങ് മേടിക്കും. ഈ 25 ലക്ഷമൊക്കെ 25 ലക്ഷം വരെ കുടുംബത്തിനോ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൂടാന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ? അപ്പൊ സർക്കാർ ആശുപത്രിക്ക് എവിടെ ചെന്ന് നിൽക്കും? അത് വലിയ ചോദ്യമാണ്. അതൊക്കെ ഇതെല്ലാം ഒരു ഗിമിക്സ് ആണ്. ഒരുപാട് അത് കണക്ക് തന്നെ പ്രൈവറ്റ് ബസ്സുകാരന്റെ ഒക്കെ ടാക്സ് ഒക്കെ കുറച്ചു എന്ന് പറയുന്നു. അന്നേരം ഒരാൾ അതിന്റെ നേതാവ് കണക്കൂട്ടി പറഞ്ഞത് ഒരു ദിവസം 112 രൂപ ഒരു ബസ്സിനകത്ത് കുറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 125 രൂപ മറ്റോ കണ്ട്. അത് കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ അതൊക്കെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെയാണ് വരാൻ പോകുന്നത്. ഇതൊരു ഒരു പുറമോടിയാണ്, ഒരു പുകയിലാണ്. ഇദ്ദേഹം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മംഗലാപുര യാത്രയുടെ പ്രതിഫലനമാണ് ഈ ബഡ്ജറ്റിലുടനീളം കണ്ടത്. അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആര്യാടന്റെ ബന്ധു വീട്ടിൽ പോയാന്നൊക്കെ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. മാധ്യമങ്ങളൊന്നും ചോദിക്കുന്നതുമില്ല. ആർക്കാർക്കും ഒരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെ വളരെ മാധ്യമങ്ങളെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുക, അവരുടെ സംശയവുമില്ല. അപ്പൊ ഇതൊക്കെ ആ മംഗലാപുരം യാത്രയുടെ പ്രതിഫലനമാണ് ഈ ബഡ്ജറ്റിലുടനീളം കണ്ടത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കട്ടെ, അത് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് വന്നത് ഈ ഒരു പ്രത്യുപകാരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം സുനിൽ കുമാർ ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്, എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീ ശശിധരൻ. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ. ഇത് മുഖ്യമന്ത്രി ഇതൊന്ന് ചെയ്തത് ഭയങ്കര ഫ്രോഡായി. അത് ചെയ്യാൻ പാടാത്തതായിരുന്നു. കാരണം അയാൾ ആക്ടറാണ്, കോമഡിക്കാരനാണ്, അതൊക്കെ ശരിയാണ്, വലിയ പേര് കേട്ട ആളാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് നിന്നു, അത് ഇതിന് നിന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് ഇത് സ്മാരകം കെട്ടിക്കൊടുക്കേണ്ട കാരണമൊന്നും ആവശ്യമില്ല.
കാരണം ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എത്ര പാവപ്പെട്ടവരെ ഈ മഴയത്ത് വീടുകൾ പോയി ആ വീടൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താണെങ്കിൽ അത് എത്ര സമാധാനമാവും. അപ്പൊ ഈ ശ്രീ ശശിധരൻ സിനിമ കാണുന്ന ആളാണോ? സിനിമ അങ്ങനെയൊന്നുമില്ല, ഞാൻ ആശ്വസിക്കുന്നേ ഉള്ളൂ. ഇന്ന ആളൊന്നും ഇല്ല, അങ്ങനെയൊന്നും. എല്ലാവരും പടം കാണും, എല്ലാവരോടും തുല്യ താല്പര്യമാണ്. സലീം കുമാറിനോട് എല്ലാവരെയും. സിനിമ ഒട്ടും കാണാത്ത ആളാണോ? അങ്ങനെയല്ല. അല്ലല്ല, ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാ? ആരെ? അങ്ങ് ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ? അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല. എന്നാലും ഒരു ഏറ്റവും ഒടുവിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയെ തീരെ കാണാത്ത ആളാന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മ തന്നെ ഇല്ല അല്ലേ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാനും കിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്നോട് തന്നെ ചോദിച്ചു ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാന്ന് എനിക്ക് തന്നെ പെട്ടെന്ന് ഒന്ന് സംശയം. അതൊന്നും പറയാൻ പറ്റില്ല. അതാ ടി വിയിൽ വരുന്ന കാണുന്ന സമയത്ത് ഒരു കോമഡിക്കാരൻ, ശ്രീനിവാസന്റെ പടം, മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജ്, ഇവരുടെയൊക്കെ തന്നെ പടങ്ങളൊന്നും അങ്ങനെ ഓർക്കില്ല, ഇങ്ങനെ കാണുമ്പോ കാണും, അത്രേ ഉള്ളൂ അല്ലേ? കാണും, അത്ര തന്നെയുള്ളൂ. അപ്പൊ അങ്ങ് എന്താണ് ജോലി ചെയ്തിരുന്നത്? റിട്ടയർ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. MRF റിട്ടയർ ചെയ്തു. ശരിയാണ്. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അത് ആ പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർ എത്ര ഈ മഴക്കാലത്ത് എത്ര വീട് പോയി ആ വീടുകാരൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താണെങ്കിൽ 10,000 രൂപ കൊടുത്താണെങ്കിൽ അവർക്ക് മനസ്സമാധാനെങ്കിലും. ശരി, വ്യക്തമാണ്. അപ്പൊ ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ, നമസ്കാരം സാർ. രാജൻ ധാരാളം സിനിമ കാണുന്ന ആളാണ് അല്ലേ ശ്രീ രാജൻ? പണ്ട് ഇപ്പോഴൊന്നുമില്ല. അതായത് പറയുകയാണെങ്കിൽ ഒരു 10-15 കൊല്ലം മുപ്പാടൊക്കെ തൃശ്ശൂര് സിനിമാ തിയേറ്ററിൽ കണ്ട എല്ലാ സിനിമയും കാണും. ആഴ്ചയിൽ 2 ദിവസം എന്തായാലും ബാലൻസ് ഉണ്ടാവും. അത് ശരി. അപ്പൊ സിനിമ ഇപ്പൊ പെട്ടെന്ന് നിർത്താൻ കാരണം എന്താ പറ്റിയത്? നിർത്താൻ വേണ്ടി നമ്മുടെ ഒരു പ്രായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൗതുകമൊക്കെ പോയി, ഇപ്പൊ കുറച്ച് വയസ്സായി തോന്നി തുടങ്ങിയോ എന്നൊക്കെ തോന്നല് നമുക്കും ഉണ്ടാവുന്നു. വീട്ടിലെ പ്രാരാബ്ദം ബുദ്ധിമുട്ടുകളൊക്കെ ആവുമ്പോൾ നമ്മളൊരു വയസ്സനായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള കാഴ്ചപ്പാട്. അത് ശരി. അപ്പൊ 15 കൊല്ലം മുമ്പ് ധാരാളം സിനിമയൊക്കെ കണ്ട് കറങ്ങി നടന്ന ആളാണ്. അപ്പൊ ഇപ്പൊ ഒന്ന് ഒതുങ്ങി അല്ലേ? കൊള്ളാം. അപ്പൊ സലീം കുമാർ പക്ഷെ 10-15 വർഷം മുമ്പ് തന്നെ രംഗത്തുള്ള ആളാണ്. അപ്പൊ സലീം കുമാറിനെ അങ്ങ് എങ്ങനെ നല്ല രീതിയിലായിരിക്കും, നല്ല ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ഒക്കെ ഓർക്കുന്നുണ്ട്? അതിലിപ്പോ ചിലൊരു ആക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു 1-2 അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അയാളുടെ കഴിവ് തന്നെയാണ്. അയാളുടെ ആക്ടിങ് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. സംഗതി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അയാൾ മരണപ്പെട്ട കാരണം ഒരു പൊതുജനങ്ങളുടെ മുഖത്തൊരു പൊടിയിടുന്ന ഒരു പരിപാടിയും പിന്നെ പാർട്ടിക്ക് വേണ്ടി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അയാൾക്കൊരു സംഗതി പണിതു കൊടുക്കുന്നു. അത്ര തന്നെയുള്ളൂ, രാഷ്ട്രീയപരമായിട്ട് കാണുന്നുള്ളൂ ജനവില്. അതിന് ചില വേറെ എല്ലാ നടന്മാരൊക്കെ മേടിച്ചിട്ട് എങ്ങനെ ഒന്നും പണിതു കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുന്നു, വിവാദമാകുന്നു. അപ്പൊ അങ്ങക്ക് തോന്നുന്നു അത്രമാത്രം വിവാദമാക്കാനുള്ള ഒരു വിഷയമുണ്ടോ? ഒരു ചെറിയൊരു സ്മാരകം അല്ല, ഇതിലിപ്പോ അത്ര വിവാദമാക്കേണ്ട ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളീയർക്കും ഒത്തറിയാം സലീം കുമാർ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന് വേണ്ടി പ്രത്യക്ഷത്തില് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അത്ര തന്നെയുള്ളൂ. ഇത് വിദ്വേഷമാക്കേണ്ട വിഷയമല്ല. പക്ഷെ ഇവിടെ വിദ്വേഷം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സതീശൻ ഈ പറയുന്ന പോലെ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ, 20 ദിവസം ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ സൂസിമാരുടെ ശമ്പളം, അതുപോലെ ട്രാൻസ്പോർട്ടിലുള്ള യാത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് സതീശൻ ഒരു വീട്ടിൽ പോയി പറയുന്നത് ഓപ്പണായിട്ട് നമ്മൾ നിന്ന് കാണാണ്, ഈ നിങ്ങളുടെ ചാനലിൽ കൂടി കാണാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടിൽ പോവാം, ടൂറ് വേണമെങ്കിൽ ടൂറ് പോവാം എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഓടി നാറിയിൽ വിടേണ്ട ഒരു ഗതികേട്. അത് വളരെ വൃത്തികെട്ട ഒരു നയമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അയാളുടെ മുന്നോട്ടുള്ള പ്രയാണം നല്ല നിലയ്ക്ക് പോകുന്ന ഒരു പ്രതീക്ഷയില്ല. അത് ഞാൻ CPM അനുഭാവി ആയതുകൊണ്ട് പറയല്ല. കാരണം അല്ല, അതായത് നല്ല നാവിടുത്ത നുണ പറയുന്ന ഒരു വ്യക്തി. അതിൽ മാധ്യമങ്ങൾക്ക് ഇത്തിരി പങ്കിട്ടെന്നേ. സതീശൻ നാവെടുത്താൽ നുണ പറയുന്ന ആളാണ്, അതിൽ മാധ്യമങ്ങൾക്ക് പങ്കിട്ടുണ്ടോ? അല്ല, പങ്കിട്ടത് ആരെങ്കിലും ഇത് പിണറായി ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ പിണറായിനെ വെറുതെ വിടോ? ചോദിച്ചിട്ട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. അത് മാധ്യമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാലോ, ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് അറിയാലോ. ഈ ചോദ്യം ഒരു മാധ്യമം ഉന്നയിച്ച് അങ്ങ് കേട്ടില്ലേ? ഇത് ഓർഡിനറിയിൽ മാത്രമേ ഉള്ളൂന്നോ അല്ലെങ്കിൽ ബസ്സുകളിൽ ഇത് പോരാന്നോ, അങ്ങനെയൊക്കെ ഇതായിരുന്നില്ല വാഗ്ദാനമെന്നോ? അല്ല, അതാ ഞാൻ പറഞ്ഞേ. ഈ ടിവിയിലൂടെ ഈ VD സതീശൻ പറയുന്ന കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ടിവിയിലാണ് കണ്ടതെന്ന്. ഈ CPM-കാരുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാം, മാധ്യമങ്ങൾ എന്തോ ഞങ്ങളെ മാത്രം വേട്ടയാടുന്ന ആളുകളാണ് എന്നൊരു ചിത്രം നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക്. പക്ഷെ അത് സത്യമല്ല. മാധ്യമങ്ങൾക്ക് നിങ്ങളെ ഇപ്പൊ പ്രത്യേകിച്ച് ഞാനിത് പലതവണ നമ്മുടെ ഇവിടെ News 18 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചാനലുകൾ ഉണ്ടാവും, അവരെ സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവാം. ഞാൻ അതിനെക്കുറിച്ച് എതിർത്ത് പറയും. പക്ഷെ അല്ലാതെ മാധ്യമങ്ങൾക്ക് അങ്ങനെ
ഒരു ഇന്ന് നാളെ മുതൽ CPM-നെ അങ്ങ് വിമർശിച്ച് കളഞ്ഞേക്കാം എന്നൊരു നിലം ചാനലുകൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് 18 ഒട്ടും ഉണ്ടാവില്ല. കാരണം ഈ രാജ്യത്തെ എല്ലാ ഭാഷകളിലും എല്ലായിടത്തുള്ള ന്യൂസ് 18 CPM-നെ എതിർക്കുക എന്നൊരു ഒരു പൊതുനയം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഞാൻ ന്യൂസ് 18 കോട്ട് ചെയ്തിട്ടല്ല പറഞ്ഞത്, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മള് അങ്ങ് പറയേണ്ടത് ചില മാധ്യമങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ടാവാം, ചില മാധ്യമങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, അത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ. അല്ലാത്തവരൊക്കെ ഈ പലതരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും. പക്ഷെ VD സതീശന് അതിലെന്താ മറുപടി പറയാനുള്ളത് അതും കൂടി കൊടുക്കുന്നുണ്ടാകും. അത്രേ ഉള്ളൂ. അതെ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള പ്രയാണം എനിക്ക് തോന്നുന്നില്ല 5 കൊല്ലം മുട്ടത്തൊന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെ ഇയാളെ വലിച്ചു വാരി താഴെക്കിടാനുള്ള സാധ്യതയുണ്ട്. എന്നാ സതീശനുടെ നോക്കാം. ഏതായാലും നമുക്ക് അങ്ങും ഞാനും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, നോക്കാം. വ്യക്തമാണ്. അപ്പൊ അപ്പൊ എനിക്ക് നമസ്കാരം പറഞ്ഞിട്ട് സുനിൽ ധാരാളം ചുവന്ന ഹൃദയങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ മനു ദൃശ്യം 3 കണ്ടിരുന്നു എന്നാണ് എന്നോട് നമ്മുടെ ഗോമാതാജി ചോദിക്കുന്നത്. ദൃശ്യം 3 കണ്ടിരുന്നു, ജോർജ് കുട്ടിക്ക് വേണ്ടി ഒരു പ്രതിഭ പണിയണമെന്ന്. അത് കൊള്ളാം. ജോർജ് കുട്ടിക്ക് വേണ്ടി ഒരു പ്രതിഭ പണിയണമെന്നാണ് പറയുന്നത്. ഞാൻ വെച്ചു മോഹൻലാലിൽ ജോർജ് കുട്ടിയെ അഭിനയിക്കുന്ന മോഹൻലാലിൻ്റെ എന്തെങ്കിലും പ്രതിഭ. അപ്പോൾ ജോർജ് കുട്ടിക്ക് വേണ്ടിയാണ് പണിയേണ്ടത്. ഓക്കെ, കൊള്ളാം. അപ്പോൾ VC തോമസ് എന്നോട് പറയുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിക്ക് തെറി പറഞ്ഞതിന് ലഭിച്ച അംഗീകാരമാണ്, പിണറായി തെറി പറഞ്ഞതിന് ലഭിച്ച അംഗീകാരമാണ് ഇത് എന്ന് എന്നോട് പറയുന്നു. അത് ഗൗതമൊക്കെ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നിഷ്പക്ഷമായി നിൽക്കുന്ന സാധാരണക്കാർക്കും നടന്മാർക്കും എല്ലാതരം ജനങ്ങൾക്കും ഒരു പരിഗണനയും ഒരു സർക്കാരും നൽകാറില്ല. പുകഴ്ത്തുപാട്ടുകാർക്കും കൂടെ നിൽക്കുന്നവർക്കും മാത്രമാണ് തലോടൽ എന്ന് ശ്രീ മുരളി പറയുന്നു. ഐ ആം ഫ്രം കൽപ്പാത്തി എന്ന് ശ്രീമതി സൗമ്യ പറയുന്നു. ഓഹോ, അപ്പോൾ കൽപ്പാത്തി വളരെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ്. വളരെ പ്രശസ്തമായ ഒരു സാംസ്കാരിക പൈതൃകമൊക്കെ വലിച്ചു പുലർത്തുന്ന ഒരു ഇടം കൂടിയാണ്. ഷാജിയെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കണമായിരുന്നു, പിണറായി ഭരിച്ചപ്പോൾ എല്ലാം കിട്ടുമായിരുന്നു എന്നാണ് ജയകുമാർ. ഇത് നമ്മൾ വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ ഷാജി ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എല്ലാം പഠിച്ചാണ് പലപ്പോഴും അഭിപ്രായം പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ നമ്മൾ വ്യക്തിപരമായി വിമർശിക്കുന്നത് ശരിയല്ല. അപ്പോൾ ജനത്തിൻ്റെ നികുതി പണം ഇങ്ങനെ സ്മാരകം പണിയാനുള്ളതല്ല, അവർക്ക് വേണ്ടി പണം കായ്ക്കുന്ന സംഘടനകൾ ഉണ്ട് എന്നോട് സുനിൽകുമാർ പറയുന്നു. പ്രവാസിക്ക് വെൽഫെയർ സ്കീം, ഷാജി കൊല്ലത്തിൻ്റെ ആഗ്രഹം കൊള്ളാം. പ്രവാസി ഏൺസ് വെൽ ദാൻ ഇന്ത്യൻസ്, ഞാനും പ്രവാസി തന്നെ എന്ന് പറയുന്നു. അല്ല, അതിൽ പിന്നെ പൊതുവേദിക്കൊരു പ്രധാന നിലപാട് തന്നെയുണ്ട്. കാരണം നമ്മുടെ പ്രവാസികൾ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ, സാമ്പത്തിക രംഗത്തിൻ്റെ മേഖലയുടെ നെടും തൂണാണ്, നട്ടലാണ്. നമ്മളെ പലരും പുറത്തുനിന്ന് പറയുന്ന മണി ഓർഡർ എക്കോണമി എന്നാണ് പറയുന്നത്. കേരളം ഇന്നീ കാണുന്ന വലിയ തോതിലുള്ള വളർച്ചയ്ക്ക് കേരളത്തിൻ്റെ, അതുപോലെ ശുചിത്വ രംഗത്ത്, എല്ലാ രംഗത്തും ഉണ്ടായ വലിയ നേട്ടങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത്, ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവാസികൾ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ വിയർപ്പുണ്ട് എന്ന് അങ്ങേയറ്റം തിരിച്ചറിയുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രവാസികളെ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരുണ്ടാകാം, പക്ഷേ ആ പണമെല്ലാം ഈ നാടിൻ്റെ പുരോഗമനത്തിനും നന്മയ്ക്കും വേണ്ടി ആണ് വലിയ തോതിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിലെ ഏറ്റവും യാഥാർത്ഥ്യം. അപ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കൊല്ലം ലോക കേരള സഭ നടത്തണ്ടേ എന്ന് എന്നോട് മുരളി ചോദിക്കുന്നു. ഓക്കെ, തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ തെളിവിളിച്ചതിന് ഒരു പാരിതോഷികം, അത്രയേ ഉള്ളൂ. അല്ലാതെ സലീം കുമാറിന് പ്രതിമയുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ല നടന്മാർ നമുക്കുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഷാജിയും പറയുന്നു. ഓക്കെ, ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമായതുകൊണ്ടാണ് ചെറിയ ഒരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ വിനോദയാത്രയ്ക്കും തീർത്ഥാടനത്തിനുമൊക്കെ സൗജന്യ KSRTC യാത്ര എന്ന് പറഞ്ഞു പറ്റിച്ച ആരോഗ്യ ഇൻഷുറൻസ് എന്ന പേരിൽ അതിലും വലിയ വഞ്ചനയായി അണിയറയിൽ ഒരുങ്ങുന്നു, കാത്തിരിക്കുക എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്നോട് ഇപ്പം ഗൗതം ചോദിക്കുന്നത് ഞാൻ ഏത് വേൾഡ് കപ്പ് ടീമിൽ, ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ടീമിൻ്റെ ഭാഗമായിരുന്നില്ല. ഞാനിങ്ങനെ കളി കാണും. അപ്പോൾ എൻ്റെ മോനൊക്കെ പോർച്ചുഗൽ ആരാധകനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവരോടൊപ്പം അവരെ പോർച്ചുഗലിന് വേണ്ടി ചീർ ചെയ്യുന്ന
ഒരാളാണ്. മാത്രമല്ല ഞാൻ ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പഠിച്ച സർവകലാശാലയിൽ ജോസ്ലീൽ ഫെരേറ എന്നൊരു പോർച്ചുഗീസ് അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പോർച്ചുഗീസുകാരനായിരുന്നു, അദ്ദേഹം ബ്രസീൽക്കാരനായിരുന്നു. പക്ഷേ ബ്രസീലിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ പോർച്ചുഗീസ് അദ്ദേഹത്തിന് എന്ത് ചെയ്യായിരുന്നു, ഞങ്ങളെയൊക്കെ പോർച്ചുഗീസ് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ പോർച്ചുഗീസ് ഭാഷ പഠിക്കാനും കഴിഞ്ഞു. പോർച്ചുഗീസ് ഭാഷ പഠിച്ചപ്പോഴാണ് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് എത്രയോ വാക്കുകൾ മലയാളത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചേ പഠിച്ചുള്ളൂ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. എങ്കിലും എത്രയോ വാക്കുകൾ കേൾക്കുമ്പോൾ, മേശ, കസേര എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പോർച്ചുഗീസ് വാക്കായിരുന്നു എന്ന് അത്ഭുതത്തോടു കൂടി അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പോർച്ചുഗൽ ടീമിനെയാണ് എപ്പോഴും ഇവനോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ കളി കണ്ടപ്പോൾ ഞാൻ ഈ കാബോ വെർദയുടെ വലിയൊരു ആരാധകനായി. കാരണം 4-5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലം ഈ ലോകകപ്പിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ, ഒരു രാജ്യം ലോകകപ്പിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അതിശയം. അവരുടെ മിന്നുന്ന പ്രകടനം കണ്ടപ്പോൾ അതിനേക്കാൾ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അറിയാതെ അവരോടൊരു ചെറിയ ഇഷ്ടം തോന്നി. അപ്പോൾ അവരുടെ ഗോൾ കീപ്പറൊക്കെ ആ രാത്രി കൊണ്ട് അത്രയും പ്രസക്തമായി മാറിയല്ലോ. അപ്പോൾ അതാണ് അതിൽ കാര്യം. ഈ ഒരു മാസം കൊണ്ട് ഈ മന്ത്രിസഭ നാട്ടുകാരെ വെറുപ്പിച്ച് കളഞ്ഞു എന്നാണ് ഷാജി പറയുന്നത്. അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ ഷാജി? ഓക്കെ. ഏതായാലും നമസ്കാരം മനു. ധീര ജവാന്മാരുടെ കുടുംബത്തെ സഹായിക്കട്ടെ. സീനിയർ നടനായ പ്രേം നസീർ എത്രയോ മഹാനാണ് എന്ന് എന്നോട് സതി ബാബുരാജ് പറയുന്നു. ഓക്കെ. മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഒരു സ്മാരകം പണിയാൻ ഈ ബഡ്ജറ്റിൽ 5 പൈസ നീക്കിവെച്ചില്ല എന്നത് ഒരു വലിയ പരിതാപകരമായ വിഷമമായി നമ്മുടെ VC തോമസ് പറയുന്നു. അവിടെ ഓൾറെഡി ഒരു സ്മാരകം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. എന്നാലും അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സ്ഥലമുണ്ട്. എന്തായാലും അങ്ങനെ ബജറ്റിൽ ഒരു നീക്കിയിരിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പദ്ധതി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആ ഒരു ആദരവ് കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജിയുടെ ടീമും പോർച്ചുഗലാണ്. ഇപ്പോൾ പോർച്ചുഗൽ ടീമുകാരൊക്കെ ഉണ്ട് ധാരാളം പേർ. അപ്പോൾ കരുണാകരനെ കോൺഗ്രസ് പാർട്ടി വക ഒരു സ്മാരകം പണിയാൻ ഇവർ ആദ്യം മരിച്ച നാൾ തൊട്ട് സംസാരിക്കുന്നു. അതിന് എത്രയോ തവണ ഇത് ഇംഗ്ലീഷിൽ എഴുതുകൊണ്ടാണ് എനിക്കിത് വായിക്കാനൊരു പ്രയാസം. എത്രയോ തവണ പിരിവ് നടത്തി വിഴുങ്ങി, എത്ര കല്ലു ഇട്ടു എന്നാണ് എന്നോട് ജിയോവ് ചോദിക്കുന്നത്. കെ കരുണാകരൻ സ്മാരകം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നാണ് ജിയോവ എന്നോട് പറയുന്നത്. മേശ, കസേരയൊക്കെ പോർച്ചുഗീസ് ഭാഷ ആണല്ലേ? ഇൻട്രസ്റ്റിംഗ് ടു നോ എന്നാണ് ഗോമാതാജി ചോദിക്കുന്നത്. മേസ, കദേര ഇതൊക്കെ പോർച്ചുഗീസ് വാക്കുകളാണ്. ജനാല നമ്മൾ ഉപയോഗിക്കുന്നത് ജനാല പോർച്ചുഗീസ് വാക്കാണ്. അങ്ങനെ എത്രയോ വാക്കുകൾ. അൽമേറ പോർച്ചുഗീസ് വാക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റാന്തൽ അതിന് പോർച്ചുഗീസ് വാക്കാണ്. അങ്ങനെ നമ്മളുടെ പപ്പായ, ഇവിടുന്ന് അങ്ങോട്ടും ചില വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാങ്ങ, ഷ്മാങ്കുഷ് എന്ന് പറയുന്ന മാങ്ങകൾ പോർച്ചുഗീസിൽ മാങ്ങ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസം. അതിൻ്റെ പല ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം എത്രയോ നാടുകളിൽ നിന്നെത്തിയ സംസ്കാരവുമായി സമന്വയിച്ചുകൊണ്ടാണ് ഇന്നത്തെ രൂപത്തിലാകുന്നത് എന്നത് എത്ര രസകരമായ കാര്യം. അപ്പോൾ ആൻസി എന്നോടൊപ്പം ചേരുന്ന അടിമാലിയിൽ നിന്നാണ്. ശ്രീമതി ആൻസി അടിമാലി എന്നാണ് വിളിക്കുന്നല്ലേ? കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ആളുകൾ എന്നോട് ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചു. ശ്രീമതി ആൻസി ഫുട്ബോൾ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അത് കാണുന്നില്ല. ഞാൻ ഇത് സാന്ദർഭികമായി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. അല്ല, ഞാനിങ്ങനെ ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് സാന്ദർഭികമായി ചോദിച്ചതെന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വിഷമിക്കണ്ടെങ്കിൽ സൽകുമാർ സാറ് നല്ല ഒരു മനുഷ്യനാണ്. നമ്മുടെ മനസ്സുകളിലാണ് അത് സ്മാരകമായിട്ടിരിക്കുന്നത്. അപ്പൊ ശ്രീമതി ആൻസി സിനിമ ധാരാളം കാണാറുണ്ടോ? ഇല്ല. ഞങ്ങളുടെ യാത്രന്റെ കാലത്തൊന്നും എന്റെ മക്കളൊക്കെ വലുതായി ഞാൻ വിടാറേ ഇല്ലായിരുന്നു. വല്ലപ്പോഴും ഇപ്പം നമുക്ക് അതിനോടൊരു താല്പര്യങ്ങളില്ല. എന്നാലും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് പിള്ളേര് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊണ്ടുപോകും. ദൃശ്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും സിനിമ മക്കളെ വല്ലപ്പോഴേ കൊണ്ടുപോകുന്നുള്ളൂ സിനിമയ്ക്ക്? അല്ലാതെ എപ്പം വേണേലും തയ്യാറാണ്. പക്ഷെ നമ്മൾ പോകാത്തതുകൊണ്ടാണ് അല്ലേ? അതെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ ഒരാൾ അധ്യാപകനാണ്, കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പൊ അധ്യാപകൻ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? എവിടെ വേണേലും കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ല സാറേ. അങ്ങനെ ഒരു ഞാൻ തയ്യലായിരുന്നേ. ഇന്ന് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വന്ന അങ്ങനെ അങ്ങ് പോകും. അമ്മനൊരു കുട്ടി ഉണ്ടായപ്പോ അപ്പൊ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം സാറേ. ഇവര് സൽകുമാർ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും പോവില്ല. അതുപോലെ കൽപ്പന, ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സുകളിലാണ് വേണ്ടിയത്. അതിനു വേണ്ടി ഈ സ്മാരകം പണിയുന്ന കാശുണ്ട അനേകർക്ക് നമ്മുടെ കേരളത്തില് ദുരിതം അനുഭവിക്കുന്നവരുണ്ടല്ലോ. ഇപ്പം മുമ്പേ കുറച്ചു മുമ്പ് 2 പേര് വിളിച്ച് ജോഷി ഒന്നൊരു സാമുവൽ ഫാദർ. അതിനോട് അങ്ങ് യോജിക്കുന്നു. അപ്പൊ പിന്നെ വിസ്തരിക്കണ്ടല്ലോ. കറക്റ്റാണ് അവർ പറഞ്ഞ കാര്യങ്ങളെ.
അപ്പം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇവർ എപ്പോഴും ഉണ്ട്. കാരണം ഈ സലിംകുമാർ സാറിന് പ്രത്യേകിച്ച് ഞാൻ ശ്രീമതി ആൻസിയോട് കേട്ടെ, ശ്രീമതി ആൻസിക്ക് തമാശ പടങ്ങളാണോ ഇഷ്ടം, അത് ഈ വളരെ സീരിയസ് ആയിട്ട് സലീം കുമാർ അഭിനയിക്കുന്ന ആദാമിന്റെ മകൻ അബൂക്ക് ഉണ്ടല്ലോ, ഫാമിലി പടങ്ങളാണ് ഇഷ്ടം, ഫാമിലിയാണ് നല്ല കഥകളാണ്. പക്ഷെ പുള്ളിയുടെ ഒരു കഴിവ് പ്രത്യേകമല്ലേ, നമ്മളെ മനുഷ്യരെ എത്ര വിഷമസന്ധികളിലും അല്ലെ ഡിപ്രഷൻ പിടിച്ചിരിക്കുമ്പോഴും ഒക്കെ നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴിവാണ്. കൽപ്പന സൂബി എല്ലാവരും ഉണ്ട്, ഇന്നസെന്റ്. അപ്പൊ സീരിയൽ കാണാറുണ്ട്? സീരിയൽ ഇല്ല സിനിമ വല്ലപ്പോഴും അല്പം. അപ്പൊ തമാശ സിനിമകൾ ആണ് ഇഷ്ടം അല്ലേ? തമാശയുടെ മാത്രമല്ല, ഒരു പ്രത്യേക കഴിവല്ലേ ഇന്നസെന്റ്. ഒത്തിരി പേര് പോയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ അവർക്കെല്ലാം നമുക്ക് പണിയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ എന്നും അവരുണ്ട്, എന്നും. അല്ലാതെ ഒരു സിമെന്റ് കട്ടാക്കി പണിതോ അല്ലെ മഴ പെയ്യുമ്പോ പോയി അത് കാര്യമില്ലല്ലോ. അതിന് വേണ്ടി പൈസ കളയേണ്ട ഒരു കാര്യങ്ങളില്ല. അനേക കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഗവൺമെന്റ് ചെയ്യാനുണ്ടല്ലോ. പിന്നെ ഖജനാവ് കാര്യല്ലേ. അപ്പൊ മക്കളോടൊക്കെ എന്റെ അന്വേഷണം പറയണം, മോനോട് അധ്യാപകനോടൊക്കെ എന്റെ അന്വേഷണം പറയണം. ഒരാള് കേരള വിഷന്റെ ബ്രാഞ്ച് മീഡിയ ചാനലിലാണ് വാർത്ത വായിക്കുന്നുണ്ട്. ആണോ? വെരി ഗുഡ്. റീഡറാണ്. PG ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇതൊക്കെ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇച്ചിരി ആക്ടിങ്ങും ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ എനിക്ക് ഇത്തിരി ഞാൻ ട്രൈ ചെയ്തു പല വിഷയത്തിന്, ഇന്നലെയും കിട്ടിയില്ല. ആണോ? അപ്പൊ ഏതായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പൊ എനിക്ക് വിഷമമായിരുന്നു, ഞാൻ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ വന്ന് പെട്ടെന്ന് കേട്ടി സാറേ, എനിക്ക് ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻസി വിളിച്ചതിൽ എനിക്കും ശ്രീമതി ആൻസി വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ VC തോമസ് എന്നോട് പറയുന്നത് ഇവിടെ പുതുപ്പള്ളി പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കം, അവിടെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്, ഒരു പ്രത്യേകമായിട്ട് ഒരു സ്മാരകം ഇല്ല എന്ന് എന്നെ തിരുത്തുന്നു. ഓക്കെ, സലീം കുമാർ സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ 1 കോടി ചെലവാക്കേണ്ട ആവശ്യമില്ല, അത് സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകേണ്ടതായിരുന്നു എന്നാണ് രേഷ്മ പറയുന്നത്. ഞാനൊരു കോൺഗ്രസ് കുട്ടൻ വിളക്കുത്തല കോൺഗ്രസ് പ്രവർത്തകനാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ കുട്ടൻ വിളക്കുത്തല എന്ന കോൺഗ്രസ് പ്രവർത്തകനും കൂടി ഇതായിരുന്നില്ല, സലീം കുമാറിനോട് നൽകേണ്ട ഒരു ആദരവ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഗൗതം എന്നോട് പറയുന്നു വേൾഡ് കപ്പ് ഇപ്പോൾ നടക്കും, അതും ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ കറണ്ട് പോകുന്നുണ്ട്, മെസ്സി ഒരു ഗോൾ അടിക്കാൻ കറണ്ട് പോകുന്ന ടൈം ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേർന്നു. റഷീദ് കൊയിലാണ്ടി ഒരു സിനിമ ആരാധകനാണ് കേട്ടോ, അദ്ദേഹം പ്രേം നസീറിൻ്റെ സിനിമകൾ, ഡിറ്റക്റ്റീവ് സിനിമയൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ശ്രീ റഷീദ് കൊയിലാണ്ടി, അങ്ങ് സിനിമ ആരാധകനാണ്, സിനിമ ധാരാളം കാണുന്നയാളാണ്, കണ്ടയാളാണ്, പ്രേം നസീറിൻ്റെ കാലം തൊട്ടേ സിനിമ ആസ്വദിക്കുന്നയാളാണ്. അപ്പോൾ സലീം കുമാർ അങ്ങ് UDFകാരനുമാണ്. സലീം കുമാർ UDFകാരനായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രചരണ രീതിയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ സലീം കുമാറിന് ഒരു ആദരം എന്ന നിലയിൽ ഒരു സ്മാരകം പണിയുന്നത് അത് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണോ, അതോ അദ്ദേഹത്തിൻ്റെ കലാപരമായ സംഭാവനകൾ മുൻനിർത്തിയായിരിക്കുമോ? ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 2-3 ചാനൽ സംസാരിച്ചുകൊണ്ട് ഇതിലാണോ അതല്ല മനോരമയിലാണോ ഇതിലാണോന്ന് അറിയില്ല. ആദ്യം തന്നെ സന്തോഷം പ്രകടിപ്പിച്ച ഒരു സംഭവമാണ് സലീം കുമാറിന്റെ സ്മാരകം. കാരണം ഒരുപാട് സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് കടന്നു പോയിട്ടുണ്ട്, അവർക്കൊന്നും വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിച്ചിട്ടില്ല. അതെല്ലാവരും കുറ്റവാളികളാണ്, അത് ഞാൻ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ സലീം കുമാർ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി മറിഞ്ഞു പോകാൻ സമയമായിട്ടില്ല. അതിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു സ്മാരകം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രേക്ഷകർ പറയുന്നത് പോലെ ഒരു സ്തൂപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയോ അല്ല അവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഈ സ്മാരകത്തിന് വേണ്ടി പൈസ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ അവിടെ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പല സംഗതികളും ഈ ഒരു കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആ ഒരു സ്മാരകം വരിക. അതുകൊണ്ട് നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണാപരമായി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഫിലിം ഇൻഡസ്ട്രി, കാരണം ഫിലിം ഇൻഡസ്ട്രി വ്യവസായമാക്കിയതിൽ മോഹൻലാൽ വരെ ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതും ഫേസ്ബുക്കിൽ എഴുതിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ മേഖലകളെയും വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ടും അതിനനുസൃതമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഞാൻ പറയുന്നത് വെച്ചാൽ 102ഓളം MLA-മാര് മന്ത്രിമാരായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ 185 MLA-മാരും ജനങ്ങളോട് വോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവര് നിർദ്ദേശം വെച്ചു
വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ഭരണം വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. അതിന് ഏറ്റവും പ്രയോറിറ്റി കണക്കാക്കിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഫണ്ട് അനുവദിച്ചെന്നോളാം. എല്ലാ 102 എന്നല്ല 140 മണ്ഡലങ്ങളിലും ഏതെല്ലാം MLA-മാരാണോ ആവശ്യം ഉന്നയിച്ചത് പ്രയോറിറ്റി അത് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മണ്ഡലത്തിൽ 10 ആവശ്യങ്ങളാണ് അംഗീകരിച്ചത്. 10 ആവശ്യങ്ങൾ. എന്റെ പഞ്ചായത്തിൽ പോലും ഒരു കെലട്രോൺ എന്നൊരു സ്ഥാപനം വളരെ മോശമായ രീതിയിൽ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. അതിൽ അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. എനിക്കൊരു ഇടവേളയുടെ സമയം കൂടി വരാനുള്ളത് കൊണ്ടാണ്. ബാലൻ കൂടി വളരെ നന്ദി ശ്രീ റഷീദ് കൊയിലാണ്ടി, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ ബാലൻ പാലക്കാട് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ബാലൻ നമസ്കാരം. നമസ്കാരം. ശ്രീ ബാലനായിട്ട് സംസാരിച്ച് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. 2 മാസമായി. ഇടയിൽ എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയതാണ്? നമ്മുടെ മുണ്ടത്തിക്കോട് ശേഷം വിളിച്ചില്ല. ഓഹോ, എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയതാണോ? അത് കുറച്ച് ചില ശാരീരിക പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ അല്ലേ? ഈ സലീം കുമാർ എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷത്തോളമായിട്ട് മലയാള സിനിമയിൽ ശരിക്കും പുതിയൊരു ഭാവം നൽകിയ ഒരു നടനാണ്. ഒരു അർത്ഥങ്ങൾ എന്ന് പറയാം. ഒരു സീനാണെങ്കിലും പുള്ളി പൊളിക്കായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരല്ല ഞാൻ. കാരണം മലയാള സിനിമയിൽ നല്ല ഒരു വിധമുള്ള എല്ലാ കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയക്കാരാണെന്ന് കൂടെ അറിയുന്ന ആളാണ് ഞാൻ. അത് പറയാൻ കാര്യം. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇങ്ങേര് തന്നെ ഒരു ആദാമിന്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു വന്നിട്ട് അന്ന് ഉമ്മൻചാണ്ടിയോട് ഭരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് മൻമോഹൻ സിംഗാണ് ഭരിക്കുന്നത്. അതുപോലെ ഒരു രാഷ്ട്രീയ വിവാദമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോ 1 കോടി ഉൾപ്പെടെ മൂല്യമല്ല ഞാൻ പറയുന്നത്. പുള്ളി ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചോട്ടെ. പുള്ളിനെ ഇങ്ങനെ ഈ 1 കോടി കൊടുത്തിട്ട് അത് വേണ്ടിയിരുന്നില്ലാണ് അഭിപ്രായക്കാരൻ ഞാൻ. 1 കോടി കൊടുത്ത് ചെറുതാക്കിയെന്നാണ് തോന്നുന്നത് അല്ലേ? അങ്ങനെയാണ് താങ്കൾക്ക്? എനിക്ക് പുള്ളിനെ ചെറുതായിട്ടാക്കിയ തോന്നുന്നു. പുള്ളി ഒന്നുകൂടെ കൊച്ചാക്കിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പോടെ മുരളി ആയിക്കോട്ടെ, അതിന് കിരൺചേട്ടനായിക്കോട്ടെ, അതിൽ ഒരുപാട് ഒടുവിൽ ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ കലാഭവൻ മണിയൊക്കെ പരസ്യമായിട്ട് CPM വർക്ക് ചെയ്യുന്നുള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഇദ്ദേഹത്തിന് എന്താ ആ രീതിയിലല്ല എന്ന് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് വേണ്ടിയിരുന്നില്ല. പിന്നെ കോടികൾ അയ്യോ ഒരുപാട് നഷ്ടപ്പെട്ടു അങ്ങനെ പറയുന്നവരൊക്കെ ഇവിടെ പറയുന്ന മാതിരി 300 കോടിയൊക്കെ ചെലവാക്കിയിട്ട് നമ്മുടെ രാജ്യത്തൊരു പ്രതിമ നിൽക്കുന്നില്ല. ആരുടെയൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെന്നേ. ഈ കോടികളൊക്കെ ഒന്ന് വലിയ വയലും വലിയ ആർഭാടം നമ്മുടെ നാട്ടിൽ ഓരോ സർക്കാരുകളും ചെയ്യുന്നില്ല. 1 കോടിക്കൊന്നും ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു വിലയില്ലല്ലോ. ഇനി വീണ്ടും പറയാം, പുള്ളിനെ കൊച്ചാക്കിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇത് വേണ്ടി അപ്പൊ നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ ഇടവേള കൂടി വേണ്ടി വരും. ഓക്കെ, ഞാനിപ്പോൾ ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന അധിനിവേശത്തിലൂടെ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം അവർ അനധികൃതമായി പിടിച്ചെടുക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നതായിരുന്നു ആദ്യത്തെ ഉപാധി. എന്നാൽ പാകിസ്ഥാൻ ഇതൊരിക്കലും പാലിച്ചിട്ടില്ല.
ഈ അനധികൃത അധിനിവേശ പ്രദേശമാണ് ഇന്ന് പാക് അധിനിവേശ കാശ്മീർ എന്നും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നും അറിയപ്പെടുന്നത്. 1994 ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശശിധരൻ പിള്ള വയലാർ സ്മാരകത്തെക്കുറിച്ച് പറയുന്നു. വയലാറിൽ വന്നാൽ അവിടെ വയലാർ സ്മാരകം ഒക്കെ കണ്ട് മടങ്ങാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ ഗോപകുമാർ പാലക്കാട് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ഗോപകുമാർ, നമസ്കാരം മനുജി. നമസ്കാരം. ശ്രീ ഗോപകുമാർ സിനിമ ധാരാളം കാണുന്ന ആളാണ് അല്ലെന്ന് തോന്നുന്നു അല്ലേ? ധാരാളം സിനിമ കാണുന്ന ആളാണ്. പക്ഷെ അങ്ങനെ തിയേറ്ററിൽ പോയിട്ടൊക്കെ കാണല് വളരെ കമ്മിയുള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് നല്ല സിനിമ നോക്കിയിട്ട് ചോയ്സ് ചെയ്തിട്ട് പോവും, മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ കാണും, ചെറിയ ക്ലിപ്പുകൾ യൂട്യൂബിൽ കാണും അല്ലേ? ന്യൂസ് ചാനൽ കാണേണ്ട ന്യൂസ് കുറെ കണ്ടതിന് ശേഷം അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ സിനിമ വെക്കും, എല്ലാം വെക്കും. കോമഡി സീനുകൾ ഉണ്ടാവും, അതാണ് എല്ലാ സാധനങ്ങളും കാണും. കൂടുതൽ കോമഡി ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ? കോമഡി ഇത് നല്ലോണം കാണുന്നതാണ്. മഴവിൽ മനോരമ അതിന്റെ ക്ലിപ്പുകളാണ് ഏറ്റവും രസം, കോമഡി അല്ലേ? അതെ അത് കാണും. അപ്പൊ സ്വാഭാവികമായും ഏറ്റവും കോമഡി കാണുന്ന ആളെന്ന നിലയിൽ സലീം കുമാറിനോട് വലിയ ഇഷ്ടം ഉണ്ടാകണം. ഇത് 2-3 മണിക്കൂർ ഇരിക്കണ്ട. ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ 2-3 സിനിമ കാണുകയാണെങ്കിൽ 2-3 മണിക്കൂർ നമ്മൾ ഇരിക്കണം. അത്ര സമയമില്ല, 2-3 മണിക്കൂറൊന്നും ഇല്ലാന്നാണോ? അത് 2-3 മണിക്കൂർ ഇരിക്കാൻ മുഷിപ്പാണെന്നാണോ? മുഷിപ്പാണ്. 2-3 മണിക്കൂർ ഇരിക്കണം. അതിന്റെ ഇടയിൽ പരസ്യം വരും, നമുക്ക് അതിന്റെ ഫോളോ കിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ശ്രീ ഗോപകുമാർ എനിക്കറിയാലോ BJP അനുഭാവിയാണ്, അല്ലെങ്കിൽ BJP കാരനാണ്. പ്രതിമ നിർമ്മിച്ചതിൽ ഏറ്റവും പഴികേട്ട ഒരു പാർട്ടിയാണല്ലോ BJP. സർദാർ പട്ടേലിന്റെ സലീം കുമാറിനെ ഒന്നിച്ച് ചേർത്ത് ഒരേ തൊഴുത്തിൽ കെട്ടല്ലേ മനുജി? ഇല്ല, ഞാൻ ഒരു തൊഴുത്തിൽ കെട്ടിയില്ല. ഞാൻ സർദാർ പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചതിൽ വലിയ വിവാദങ്ങൾ കേട്ടപ്പോൾ അന്ന് അത് വേണം എന്ന്, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ക്ഷീണം പ്രയത്നിച്ച ഒരു മഹാന്റെ പ്രതിമ അങ്ങനെ വേണം എന്ന് വാദിച്ചവരാണ് BJP-ക്കാർ. വരുമാനം നോക്കും, ആ ഭാഗത്തുണ്ടായിരിക്കുന്ന വരുമാനം, കാര്യങ്ങൾ അവിടെ പ്രതിമ കാണാനും അതിനും ഇതിനുമായിട്ട് ഒരുപാട്. ഈ പ്രതിമയുള്ളിടത്ത് വരുമാനം വന്നാൽ നിങ്ങൾ ഇതും അംഗീകരിക്കുമോ? ഇതിപ്പോ 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തില് ഇയാള് സലീം കുമാർ എന്ന് പറഞ്ഞ ആള് നല്ലൊരു നടനാണെന്നും അല്ലാന്നും ഞാൻ പറയുന്നത്. നല്ലൊരു നടനാണ്, നല്ലൊരു കൊമേഡിയനാണ്, നല്ല ഒരുപാട് അവാർഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇയാള് ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ 1 കോടി രൂപ ചെലവാക്കുന്നിടത്തും ഇതുപോലെ ഒരു വരുമാന മാർഗമുള്ള ഒരു സംവിധാനമായാൽ അങ്ങ് അംഗീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വരുമാന മാർഗമുള്ള സംഭവം അല്ല ഉണ്ടാവുക. അല്ല, ആണെങ്കിൽ ഇയാൾ 1-ാം നമ്പർ കോൺഗ്രസ്സുകാരനാണ്. അവസാനം വരെ മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പൊ സർദാർ പട്ടേൽ 1-ാം നമ്പർ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? നല്ല പ്രതിമയല്ലേ നിർമ്മിച്ചത്? അതെ. അപ്പൊ അത് ചെയ്ത 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ലക്ഷം ആണല്ലോ. 100 ലക്ഷം വേണ്ടേ? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊന്നും ഈ 100 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അതേ ചോദ്യമല്ലേ നിങ്ങളോട് പണ്ട് ഈ കോൺഗ്രസ്സുകാർ ചോദിച്ചിരുന്നത്? അപ്പൊ നിങ്ങൾ അന്ന് ഇതല്ലല്ലോ പറഞ്ഞത്. ഈ ഒരു പ്രതിമ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ, ഇത് കാണാനെത്തുന്ന സന്ദർശകർ, അതുവഴി ആ പരിസരത്ത് ഉണ്ടാകുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അവിടെ ഉണ്ടാകുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെ തൊഴിൽ, സർബത്ത് വെക്കുന്നവൻ്റെ തൊഴിൽ, പരിസരത്ത് കച്ചവടം നടത്തുന്ന ആളുകളുടെ വരുമാന മാർഗം, ഇതിനെക്കുറിച്ചൊക്കെ വലിയ തോതിൽ സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാകുമ്പോൾ ആളുകൾ അത് വന്ന് എപ്പോഴെങ്കിലും കാണും എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ആളുകൾ കാണുന്നു. ഞാനിപ്പോ ഇതിന്റെ മറുപടി ഇപ്പൊ ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ എന്തായാലും പ്രതിമ നിർമ്മിക്കട്ടെ. അതിനുശേഷം നമ്മൾ വീണ്ടും ഏറ്റുമുട്ടാം. നമ്മൾ ആ സമയത്ത് ഈ പ്രതിമയിൽ ലാഭത്തിലാകുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഈ പ്രതിമയിലെ അതേമാതിരി തന്നെ അത് ചെയ്യട്ടെ. ഇപ്പൊ സലീം കുമാർ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ തിലകൻ ഉണ്ടായിരുന്നു, NF വർഗീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കിപ്പോ സർദാർ വല്ലഭായ് പട്ടേൽ മാത്രമല്ലല്ലോ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായി ഉണ്ടായിരുന്നത്. നമുക്ക് നേതാജി ഉണ്ടായിരുന്നു, നമുക്ക് ഡോക്ടർ BR അംബേദ്കർ എന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായിരുന്നു. നമുക്ക് കൊലമരക്കയറിലേക്ക് നടന്നു നീങ്ങി എത്രയോ ധീര ദേശാഭിമാനികൾ ഉണ്ടായിരുന്നു. നമ്മൾ പട്ടേലിനെ തെരഞ്ഞെടുത്തു. അംബേദ്കറെ വെച്ചിട്ടുണ്ട്, കാമരാജിന്റെ വെച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലെ കാമരാജിന്റെ ശില്പം വെച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാവരെയും വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇതുപോലെ വലിയൊരു പ്രതിമ നിർമ്മിക്കാൻ. അപ്പൊ അത് അങ്ങയുടെ ഇഷ്ടം, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ യെസ്, ഏതായാലും അത് അങ്ങയുടെ ഇരട്ടത്താപ്പാണ്, ഞാൻ അത് സമ്മതിക്കില്ല. ഓക്കെ, നോക്കാം. നമുക്ക് ഏതായാലും സമയം കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ
എനിക്ക് ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകരുടെ മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ എന്നോട് കൂടുതലും പറഞ്ഞത് സലീം കുമാറിന് സ്മാരകം ബജറ്റ് നിർദ്ദേശത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 70% ആളുകളും അത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ആ തീരുമാനം എടുത്തത് എന്ന് പറയുന്നു. അതേസമയം 30% ആളുകൾ അങ്ങനെ അതിൽ രാഷ്ട്രീയ തീരുമാനമില്ല, അത് സലീം കുമാർ എന്ന കലാകാരനോടുള്ള ആദരവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും സ്മാരകം വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ജനാധിപത്യത്തിൽ അത്തരം ചർച്ചകളും സ്വാഭാവികമാണ്. പക്ഷേ സ്മാരകങ്ങൾ കൊണ്ടല്ല, തൻ്റെ കലയും മനുഷ്യസ്നേഹവും ജീവിതാനുഭവങ്ങളും മുൻനിർത്തി ഒക്കെ സലീം കുമാർ പറഞ്ഞ വാക്കുകളും ഒക്കെയാണ് അദ്ദേഹത്തെ മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു പ്രതിഷ്ഠ നേടുന്നത്. സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. അത് ഒരു കെട്ടിടത്തിൻ്റെയോ ശിലാഫലകത്തിൻ്റെയോ ആശ്രയം അതിനാവശ്യമില്ല. ഒരുപക്ഷെ വിവാദങ്ങൾ കേട്ട് സലീം കുമാർ മറ്റൊരു ലോകത്തിരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാകും. സ്മാരകങ്ങൾ പണിതാലും ഇല്ലെങ്കിലും സലീം കുമാറിനെ ആരും മറക്കില്ല. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.